ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജിസാനല്ലേ? പറഞ്ഞാ മറക്കില്ല. എന്തല്ല വിശേഷം? തന്നെ അൽഹംദുലില്ലാ. എന്റെ അടുത്ത് കുറെ ഹിക്കായത്തുണ്ട്. ഞാൻ എങ്ങനെ പറയണേ എവിടെ പറയണമെന്ന് ഒരു പിടുത്തില്ല. ഉസ്താദിന് പറയാനായിട്ട് കിട്ടുന്നില്ല. ഇപ്പം എന്താ ചെയ്യ ഉസ്താദ്? ഞാനിപ്പോ എന്താ പറയണ്ട, സാധാരണ നമ്മളെ പോലുള്ള നാടന്മാരാണ് ഇങ്ങനെ കൂടുതൽ ഫിത്തിനെ കുറിച്ച് അതെല്ലാം സാധാരണ പറയും. ഇതിപ്പോ എന്താ പറയണ്ട, ഡിഗ്രി എടുത്ത വലിയ വലിയ ഉസ്താദന്മാരാണ് ഇപ്പം ഫിത്തിനെ പറഞ്ഞു നടക്കുന്നത്. അതാണ് ഇപ്പൊ ഭയങ്കര വിഷമിക്കുക. അല്ല, എന്താ കേട്ടെന്ന് പറഞ്ഞാല് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ ആരോടും ഒരാളോട് പറയണ്ടേ. ഞാൻ ഉസ്താദ് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഉസ്താദല്ലേ? അതായത് പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മാന്റെ വീട്ടിലൊരു പിന്നെ ഒരു ഭക്ഷണത്തിന്റെ പരിപാടി തന്നെ. നാട്ടിലോ? അല്ലല്ലോ, ഇവിടെ എന്റെ അമ്മാമ്മയൊക്കെ ഇടുണ്ട്. അപ്പൊ അവിടെ പോയപ്പോ അതില് പിന്നെ എല്ലാ സകലവിലാകുല്ലവിയും എല്ലാവരും ഉണ്ട് പരിപാടിക്ക്. അപ്പം പിന്നെ മനുഷ്യന്മാർക്ക് ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലും പറയണല്ലോ. അപ്പൊ പിന്നെ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങി. ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയിട്ട് 40 കോടിയും പള്ളിയും മുടിയും എത്തി. അപ്പോ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, മൊത്തത്തിൽ ഇങ്ങനെ ഒരു അടച്ചാക്ഷേപിക്കുന്ന ശൈലിയായപ്പോ എനിക്ക് ചെറുതായിട്ടൊന്ന് പ്രതിരോധിക്കേണ്ടതെന്ന്. അപ്പോ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ചെറുതായി പ്രതിരോധിച്ച് അവസാനം അത് ബദറായിപ്പോയി. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പുറത്തെത്തി പോകും. പിന്നെ നമ്മള് മദ്രാസിലൊരു മഹമൂദ് ഖാൻ അറിയോ ഉസ്താദിന്? കുഞ്ഞിപ്പള്ളി വീടെടുത്ത് താമസിക്കുന്നേ മദ്രാസിൽ ഒരു വലിയ ബിസിനസ്സും ട്രാവൽ ഏജൻസിയും ഫർണിച്ചർ കടയും പിന്നെ നമ്മളെ സ്ഥാപനങ്ങളായിട്ടൊക്കെ പുസ്തകമൊക്കെ ആയിട്ട് അടുത്ത് ബന്ധമുള്ള ആളോ. ഉസ്താദായിട്ട് പരിചയമുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് പരിചയമില്ല. കുഞ്ഞിപ്പള്ളി, അതെ മാഹി. കുഞ്ഞിപ്പള്ളിയാണ് മൂപ്പര് പുതിയ വീടെടുത്ത് താമസിക്കുന്നത്. അപ്പോ മൂപ്പര മകളെയാണ് എന്റെ അമ്മാവന്റെ അളിയൻ കെട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ പറഞ്ഞ അമ്മാവന്റെ അളിയൻ ഇപ്പോ നമ്മളെ ഉസ്താദുമാരായിട്ടൊക്കെ നല്ല ബന്ധമാണ്. ഈ അമ്മൂസനായിട്ടുള്ള ബന്ധം. അപ്പൊ ഓൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഭയങ്കര ജോറായ ഭർത്താനാണല്ലോ പള്ളിക്കും പിന്നെ ഈ മുടിക്കൊക്കെ വേണ്ടി. എന്നോട് ഓൻ ചോദിക്കാണ്, ഇനി ജോറായ ഭർത്താനാണല്ലോ പള്ളിക്കും മുടിക്കൊക്കെ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ നമുക്ക് പിന്നെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോ മൊത്തത്തിൽ വിഷയം പറയാതിരിക്കാൻ വകുപ്പില്ലല്ലോ. അപ്പൊ എന്നോട് വിളിച്ചു വെച്ച്, ഇനി പറയുന്ന പോലെ ഒന്നല്ലാതെ നേതാക്കന്മാരുടെ അടുത്തുനിന്ന് ഇന്നെപ്പറ്റി കേൾക്കുന്നേന്ന് വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ എനിക്ക് മനസ്സിലായില്ലല്ലോ ഷാനി. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഓൻ വന്നിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, ഹക്കീം അസ്സരി എന്നെപ്പറ്റി വളരെ മോശമായിട്ട് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനാകെ എന്താ പറയണ്ടേ, ഞാന് സത്യം പറഞ്ഞാൽ വല്ലാതെ ഒരു ഇതായി. കാരണം ഈ ഹക്കീം അസ്സരിയായിട്ട് എനിക്ക് കൂടുതൽ ഒരു ബന്ധമില്ല. ഉള്ളവരല്ലോ ഉസ്താദിനോട്. ഹക്ക് പറയുന്നതിന് എന്താ, ഞാൻ മൂപ്പരും പൊതുവെ ഒരു ധാരണയുണ്ട്, മൂപ്പര് പൈസ ഉള്ള ആളുകളായിട്ട് മൂപ്പര് ബന്ധപ്പെടലുള്ളൂ എന്നൊരു ധാരണയുണ്ട്. പിന്നെ നമ്മളെ പോലുള്ള ഇങ്ങനെ ഉണ്ടല്ലോ ഈ സാധു മിസ്കീന് മൂപ്പര് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിട്ടാണെന്ന് വെച്ചാൽ ഞാനിട്ട് വിളിക്കലുമില്ല. അപ്പൊ ഞാൻ അബുദാബിയിൽ ജയിലില് പിന്നെ ഈ പാസ്പോർട്ട് സംബന്ധമായ കണ്ണ് സംബന്ധമായ പ്രശ്നം ഞാൻ ഉസ്താദിനോട് പറഞ്ഞില്ല. അത് അടക്കം ഹക്കീം അസീറിന്റെ അടുത്ത് ന്യൂസ് അദ്ദേഹം ഇവനോട് പറഞ്ഞുകൊടുത്തിരിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ജയിലിൽ കയറുന്നതും അടക്കം എല്ലാ കഥകളും പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പിന്നെ പിന്നെ നമ്മളൊരു സജീവമായിട്ടുള്ള ആളൊന്നുമല്ല. അപ്പൊ നമ്മൾ തമ്മിൽ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പിന്നെ മറ്റുള്ളവരെ അറിയുന്നൊരു ശരിയല്ലല്ലോ. ഞാനൊന്നുമില്ല. അത് ചിലപ്പോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഞാൻ മെല്ലെ അവിടുന്ന് എല്ലാ വിഷയം മാറിയിട്ടിങ് വന്നു. എനിക്ക് സത്യത്തിൽ കേട്ടപ്പോ ഭയങ്കര പ്രയാസം. കാരണം ഇങ്ങനെ അത് മൂപ്പർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മളോട് വിളിച്ചു ചോദിക്കാമല്ലോ. അല്ലോ നിങ്ങൾ നമ്മളോട് ചോദിക്കാനില്ലെങ്കിൽ അറിയുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ, അവരോട് ചോദിക്കാമല്ലോ. ഇത് പ്രായവും പക്വതയും വിവരമുള്ള ഇവരെ പോലുള്ള ആളുകൾ ഇങ്ങനെ കാണുന്നതിനോടൊക്കെ ഇത് പറഞ്ഞ് കണ്ടില്ലേ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു മൊത്തത്തിൽ ഒരു ഫിത്തിനാന്നൊരു സാഹചര്യം ഉണ്ടാവുക കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ സാറേ. ഞാനെനിക്ക് എന്തോ ഏതായാലും ഇവനുള്ള പറഞ്ഞാണോ ഇല്ലാത്ത പറഞ്ഞെന്ന് അറിയേണ്ടിട്ട് ഞാൻ മൂപ്പരെ നേരിട്ട് വിളിച്ചു. ഹക്കീമിനെ വിളിച്ചു നോക്കുമ്പോ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 76 മലവുകാരി ഉണ്ടല്ലോ,
സത്താർ അബ്ദുൽ സത്താർ മലൂബാരി ഉണ്ടല്ലോ മൂപ്പരെ ഒന്നായിട്ട് നടക്കുന്നത്. അതെ 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 അതെ. എല്ലാരുടെ നമ്പറും കയ്യിലുണ്ട്. അതുകൊണ്ട് സത്താറിനെ വിളിച്ചു. അപ്പൊ സത്താർ ഒരു സിദ്ദീഖിന്റെ നമ്പർ വന്നു. അങ്ങനെ സിദ്ദീഖാണ് ഇയാളെ ഹക്കീമിന്റെ നമ്പർ വരുന്നത്. അപ്പൊ നമ്പർ നോക്കുമ്പോ സൗദിയിലല്ലോ മൂപ്പര് ഹക്കീം. അപ്പൊ ഞാൻ സൗദിയിൽ വിളിച്ചു. സൗദിയിൽ വിളിച്ച് ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അലൈക്കും അസ്സലാം അബ്ദുൽ ഹക്കീം ഉസ്താദ് സുഖാണെന്ന് ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ജിഷാനാണ് ഖത്തറിനാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഖത്തറിനാന്ന് പറയലും ഫോണ് കട്ട് ചെയ്യൽ ഒരുപോലെയാണ്. അപ്പൊ കട്ട് ചെയ്തു. അപ്പൊ ഞാൻ എന്നിട്ടൊരു മോശമായ പിന്നെ എന്താ പറയണ്ടേ എന്നെ വെച്ചില്ല. ഞാൻ ചിലപ്പം കട്ടായിപ്പോയതാന്ന് കരുതിയിട്ട് പിന്നെയും വിളിച്ചു. അപ്പൊ വീണ്ടും കട്ട് ചെയ്തു. പിന്നെയും വിളിച്ചു. വീണ്ടും കട്ട് ചെയ്തു. പിന്നെയും വിളിച്ചു. വീണ്ടും കട്ട് ചെയ്തു. അപ്പൊ പിന്നെ കള്ളത്തര ഏതായാലും ഉണ്ട് ഉറപ്പായിരുന്നു. പിന്നെ അതിന് പിന്നെ പ്രത്യേകിച്ച് സേനത നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കും, ഇവരിങ്ങനത്തെ പണി എടുക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ഇവര് കളിച്ച് അതിന്റെ ഇടയ്ക്ക് ഞാൻ ഉസ്താദിനോട് പറയാൻ പോയത്, പിന്നെ നമ്മളെ മർക്കസ് കോംപ്ലക്സ് ഇല്ലേ കോഴിക്കോട്, അവിടെ ഉള്ളൊരു ബാപ്പു ഹാജിയോ അല്ലെങ്കിൽ പിന്നെ ഏതൊരു ഹാജി ഉണ്ടോ മറ്റേ കൊടുവല്ലേ മലപ്പുറത്തുള്ള നമ്മുടെ കാര്യമായിട്ടുള്ള അയാൾക്ക് എന്താ സ്ഥാപനമായിട്ടുണ്ട് അതിന്റെ അടുത്ത്? കോംപ്ലക്സിന്റെ അടുത്ത് നമ്മളെ നേതാക്കന്മാരായിട്ടൊക്കെ അടുത്ത ബന്ധമല്ലാന്ന് പറഞ്ഞു. കച്ചവടമുണ്ട്. അത് ഇയാള് ബോംബെയിലായിട്ടുള്ള നല്ല ബന്ധമുണ്ട്. അപ്പം ബോംബെയിലുള്ള നമ്മള് പിന്നെ ഒരു പരിചയമുള്ള ഒരു ബാക്കി ഉസ്താദ് ഉണ്ടായിരുന്നു. അപ്പൊ അയാള് എന്തോ ഇങ്ങനെ ചെറുങ്ങനെ ഈ ജാലിയൻവാലിനെ പറ്റി സൂചിപ്പിച്ചിരുന്നേ. അപ്പൊ ഇത് ഹക്കീമിനോട് ഇയാൾ ചോദിച്ചു പോലോ, ഈ ജാലിയൻവാലിനെ പറ്റിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഹക്കീം അതിന് പറഞ്ഞെടുത്ത മറുപടി പോലോ, പിന്നെ അത് ജാലിയൻവാലിനെ പറ്റിയിട്ട് നമുക്ക് പണ്ടേ നല്ല അഭിപ്രായമില്ല, അതിൽ വലിയ കയമ്പൊന്നുമില്ല, പക്ഷെങ്കിൽ അടിസ്ഥാനമുള്ള മുടി കിട്ടിയപ്പോഴാണ് നമ്മൾ വള്ളിപ്പണി തുടങ്ങിയത്. ഇതൊരു നാടനോട് വർത്താനം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അടിസ്ഥാനം ഇല്ലാത്തതിന്റെ സേനത വായിച്ചെന്നല്ലേ പിന്നെ ചോദിക്കുക. പിന്നെ ഇങ്ങനെ 900 പ്രശ്നം. ഇപ്പൊ ഒമാനിന്ന് ഓൺലൈനിൽ എന്നോട് ഇപ്പൊ ഉസ്താദിനെ വിളിക്കുന്ന 5 മിനിറ്റ് ഉണ്ട്. ഓന്റെ മെസ്സേജ് കൂടി കണ്ടേരം എല്ലാം കൂടി തലക്ക് ചൂടായിട്ട് ഞാൻ ഉസ്താദിനെ വിളിച്ചത്. ആടെ മൊത്തത്തിൽ ഇങ്ങനെ പ്രചരണം നടക്കുന്നുണ്ടല്ലോ, അതിന്റെ സേനത ഉണ്ടാക്കിയതാണ്, എന്താ അതിന്റെ വിഷയം, എന്താ ആരും അനങ്ങാത്ത. ഞാൻ എന്ത് പേരോട് സ്ഥാപനം എന്നോട് വണ്ടി ചോദിക്കലുണ്ട്, ഇനി സമസ്തന്റെ ആരും ഒന്നല്ല ഇങ്ങനെ ബേജാറാകുന്നത്. എന്നാലും കേൾക്കുമ്പോ ഒരു ബേജാറുണ്ടല്ലോ ആളുകൾ ഇങ്ങനെ. അപ്പൊ എന്താ ഉസ്താദ് ഇതിനൊക്കെ ചെയ്യണ്ടേ? ഞാന് നൗഷാദ് ഹസന് കുറെ പറഞ്ഞായിരുന്നു. അവസാനം മൂപ്പര കുറച്ച് റെസ്റ്റ് കിട്ടിയപ്പം ഇനിയിപ്പോ ഹക്കീം മസീർ തുടങ്ങാണ്. സത്യത്തില് മറ്റേ നമ്മുടെ നസീർ അസീരിക്കൊക്കെ ശക്തമായ രോഷമുണ്ട്. പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പൊതുവായ ഒരു പിന്നെ എന്താ പറയണ്ട ഒരു പിന്നെ ഗുണത്തിന് വേണ്ടിയിട്ട് മൂപ്പര് മൗനം പാലിച്ചിരിക്കുകയാണ്. പിന്നെ ഞാനെന്നിട്ട് ഒരാളോട് പറഞ്ഞിട്ട് നമ്മള് വേദന ചെയ്തിട്ടുണ്ട്. ഞാൻ അവസാനം ചുള്ളിക്കോട് ഉസ്താദിനെ വിളിച്ചിരുന്നു. ഞാൻ ഉസ്താദിനോട് ഇങ്ങനെ ഉള്ള ബഹുമാനത്തോടെ തന്നെ പറഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞു, ഉസ്താദെ നിങ്ങളൊന്ന് മൂപ്പരൊന്ന് കണ്ടാ പറഞ്ഞെടുത്തേക്ക്. പിന്നെ മറ്റേ ഈ ചങ്ങായി ഉണ്ടല്ലോ ആര് മറ്റേ തോട്ടുമുക്കം അങ്ങനെ മലയമ്മ അങ്ങനെ പോലെ തോട്ടുമുക്കവും മലയമ്മ സഖാഫൊക്കെ മർക്കസിന്റെ ഉപ്പും ചോറും തിന്നിട്ട് ചീത്ത പറയുന്ന ഒരു സാഹചര്യം ഇപ്പോഴല്ലേ. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന്. എന്നിട്ട് സുന്നത്ത് ജമാഅത്തുള്ള ഒരു കൂറുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ എന്താ പറയണ്ടേ ഈ കണ്ട കാര്യങ്ങളൊക്കെ. ഞാൻ സത്യമായിട്ട് അന്ന് പറഞ്ഞില്ല, ഞാൻ ബോംബെ പോയി വന്ന കാര്യം ആകെ ഉസ്താദിനോട് വേറെ ഗോത്തൂർച്ചനോട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഇവരിത് പറഞ്ഞ് ആഘോഷിക്കുകയാണ്. പിന്നെ എന്താ പറയണ്ടേ, ഉസ്താദായിട്ടൊന്നും ബന്ധമില്ലേ? ശരി, അങ്ങനെ. മറ്റേ സ്ഥലയിൽ എന്താ കൺഫേം ആയിക്കോ ഉസ്താദെ? സ്ഥലയിൽ എന്തെങ്കിലും ആയിക്കോ? ഇനിയിപ്പോ ഇനി ആകെത്രയല്ലേ ദിവസമുള്ളൂ? സ്ഥലം പള്ളി എടുക്കുന്നതിന്റെ സ്ഥലം
ഇതിനൊക്കെയല്ല, നമ്മൾ സ്റ്റേജിൽ വെച്ചുള്ള വിലയിടുന്നില്ല. അത് ശരി. അതിന്റെ സ്ഥലം ഇപ്പോഴും അനൗൺസ് ചെയ്തിട്ടില്ല? ഇല്ല. അത് ശരി. ഇയാള് വരുന്നുണ്ടോ ജായവേല? അതില്ല, അതൊന്നുമില്ല. അയാൾ അറിയാണ്ട് കൊണ്ടുവന്നോണ്ടാണ് ഞാൻ പറയാൻ. ഇപ്പൊ കൊണ്ടുവന്നാൽ തന്നെ അയാൾ തൽക്കാലം പ്ലാസ്റ്റിക് ഇട്ട് തിരിച്ചാൽ മതി. കാരണം മൂപ്പർക്ക് ഗുരുവില്ലാതെ അതുവരെ ഓടാൻ അറിയില്ല. മൂപ്പരാണ് നേരിട്ട് എന്നോട് പറഞ്ഞതാണ് ഒരു മോതിരം കുസുസാദ് മൂപ്പർക്ക് അയാളുടെ മഹജ് കുസുസാദ് ഓതണം എന്നോട് പറഞ്ഞു 3 വട്ടം. ഒരു മോതിരം വെള്ളിത്തകടും തന്നിട്ട് ഞാനന്ന് ഉസ്താദിനോട് പിന്നെ കോളേജിൽ വന്നിട്ട് കാണിച്ചു തന്നിട്ടില്ലേ ഈ സാധനം. അത് എന്നോട് പറഞ്ഞ തകിട് മോതിരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ നമ്മളെ ഉദ്ദേശിക്കുന്ന ആഗ്രഹം ഒരാളെ തോളത്ത് തട്ടിയാല് നിങ്ങളെ ഉദ്ദേശം നടക്കും പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് തമാശക്ക് വെച്ചിട്ട് ലൂലു മറ്റേ ഇതുണ്ടല്ലോ യൂസുഫ് അലി സാഹിബിന്റെ മോളെ കെട്ടണം നേട്ടം വിചാരിച്ചാലേ അന്നിയാള് മോതിരം വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാ 3 തീൻ ബാർത്തും കുസുവാത് പടും, അതായത് കുൽഹുവാത് എന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. പിന്നെ പറഞ്ഞ് അശ്വിനി പറഞ്ഞ ശരിയാണ്. അശ്വിനി പ്രസംഗത്തിൽ മലപ്പുറത്ത് പറഞ്ഞത് 30 കൊല്ലം മൂപ്പര് ഉറങ്ങിയിട്ടില്ല. കാരണം അത് ശരിയാണ്. ഞാൻ അന്വേഷിക്കുമ്പോൾ പിന്നെ വൈകുന്നേരം 6 മണി മുതൽ പിന്നെ പുലർച്ചെ 4 മണി വരെയാണ് മൂപ്പര് ഈ പിന്നെ ഇതിന്റെ ബിസിനസ് കേടാ നടക്കുന്നത്. മൂപ്പരെയാണ് ഇപ്പോഴും പിന്നെ വലിയും ഷെയ്ഖും ഒക്കെ ആക്കിയിട്ട് കുറെ ആളും കൊണ്ടുനടക്കുന്നത്. അള്ളാഹു അല്ലേ, ഞാൻ എന്താ പറയും. ഒരു പ്രശ്നം ഉസ്താദ് അന്ന് നമ്മളോട് പറഞ്ഞ സ്റ്റാൻഡ് ഇട്ടല്ല, അത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഈ നാറ്റ കേസില്ല. നമുക്കൊരാൾ റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറഞ്ഞ് തന്നു, നമ്മൾ ആ നിലക്ക് ഇതാക്ക കഥ കഴിഞ്ഞു. ഇപ്പൊ ഈ പ്രശ്നമൊന്നുമില്ല. ആദ്യമേ ഈ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് ഇവര് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അങ്ങനത്തെ മറ്റേ ഇയാള് ഒരു ഹസ്രജി അതൊന്നും അറിയില്ല. ശരിക്കുള്ള കിട്ടണ്ട. അല്ല ഞാനിങ്ങനെ എനിക്ക് കേട്ടപ്പോ ഹക്കീമിന്റെ വിഷയം കേട്ടപ്പോ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. കാരണം നമ്മളിത് പരമാവധി എന്താ പറയണ്ടേ, നമ്മളെ ആളുകളെ പിന്നെ സംശയം ഉണ്ടാകുന്ന ആളുകളുടെ സംശയം നമ്മൾ ഈ വിഷയത്തിൽ പിന്നെയും തീർക്കാനാണ് പോകുന്നത്. ഞാൻ ഉസ്താദിനോടൊന്നും പറഞ്ഞില്ല. എന്റെ സ്വന്തം ഉമ്മ പല ചോദ്യത്തിനെ പറ്റിട്ട് എന്റെ ആകെ പ്രയാസത്താണ് ഒരു ഘട്ട. എന്നിട്ട് ഇങ്ങനെയുള്ള ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു നടത്താൻ പിന്നെ എന്താ ചെയ്യ ഉസ്താദേ? ഞാൻ കണ്ടാ ഞാൻ അന്വേഷിക്കും. ഇൻഷാല്ല ഏതായാലും ഞാൻ യാത്ര ചെയ്യാണ്ട് കൂടുതൽ പറഞ്ഞില്ല, ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. ഇൻഷാല്ല സൗകര്യം. അസ്സലാമു അലൈക്കും. എന്തെല്ലാം ഉസ്താദ് വിശേഷം? ജിഷാന ഞാനിങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓ ഞാനറിയും ഉസ്താദ് മലബാറിലാണ് യാത്ര ചെയ്യുന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടി. എന്തെല്ലാം ശരി. കൊറേ ഖത്തർ തന്നെയല്ലേ ഉസ്താദ്? ഇങ്ങോട്ടൊക്കെ വരുന്നത്? ഞാനിപ്പോ നോമ്പ് വരും. അത് ശരി. ഷെറഫ് വിളിച്ചിനാണ്. ഷെറഫ് നേരത്തെ വിളിക്കണം ഇങ്ങനെ പറഞ്ഞേനു. ചെറുപ്പം അടുത്ത ദിവസം വിളിച്ചിട്ടില്ല. സൗദിയിൽ പോകാൻ വിചാരിച്ചാൽ ഇത് കിട്ടിയില്ല, ഇതുവരെ അടിച്ചു കിട്ടിയില്ല. അത് ശരി. അതെ മറ്റേ ഭയങ്കര കാറ്റ് പൊടിക്കാറ്റ് പറഞ്ഞു. പൊടിക്കാറ്റുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല പൊടിക്കാറ്റ. മറ്റേ ബഷീറാജിയാ ചെയ്യുന്നത്? ബഷീറാജിയാ ഉസ്താദിന്റെ വിസിയും കാര്യങ്ങൾ നോക്കുന്നേ? അല്ലല്ല, അത് അവിടെ ഹരിയാനുണ്ട്. ഹരിയാന്. അത് ശരി. നിലമ്പൂരല്ലേ? അത് ശരി. പിന്നെ മറ്റേ ബഷീറാജിന്റെ ഏൽപ്പിച്ചതാണ്. ബഷീറാജിന്റെ കീഴിൽ ഒരു 5-10 അറബികൾ വന്നിരുന്നു. ഉസ്താദ് അറിയായിരിക്കുമല്ലോ അല്ലേ? അറിയണേ? ബഷീറാജ് വന്നോ നാട്ടിൽ വന്നോ? മൂപ്പര് നാട്ടിലേക്കല്ല, മൂപ്പരെ കൊണ്ട് മറ്റേ
തങ്ങൾക്കും ഖലീലങ്ങൾക്കും പിന്നെ വർക്കേഴ്സിന് നല്ലൊരു കിട്ടിയേക്ക്. ആ ഒരു എത്ര 2.5 കോടിന്റെ ഏറ്റവും എന്തോ പരിപാടി ഒരു പിന്നെ ഇഖ്റ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഓരോ കീഴില് ഉള്ള പിന്നെ 5-10 അറബികൾ വന്നിനാണ് പോലോ. അപ്പൊ ഓല് JDT-യിലാണോ വന്നത്? JDT-യിൽ ഇത്ര 5-6 കോടി റുപ്യന്റെ എന്തോ പരിപാടി പോലെ ഏറ്റെടുത്ത്. പിന്നെ മർക്കസിലേക്ക് എത്ര 2.5 കോടിയോ 3 കോടി ഏറ്റവും അതുപോലെ തന്നെ ഏകദേശം അത്ര തന്നെ തങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഉസ്താദ് കണ്ടിട്ടല്ലേ? ഞാൻ വിളിച്ച ഉസ്താദ് ഉണ്ടാവുന്നുള്ള കാരണം ഞാൻ പിന്നെ മൂപ്പരിപ്പോ നാട്ടിലല്ലേ? പിന്നെ യാത്രയിൽ ഇപ്പം സുഖം വരാൻ പറ്റുന്ന തരത്തിലല്ലേ ഇപ്പൊ ഉസ്താദ്? ഞാൻ അന്നത്തെ ട്രെയിൻ കയറിയില്ല, വണ്ടിയിലാണ്, നമ്മളെ വണ്ടിയിലെപ്പോൾ കോഴിക്കോട്ട് പോയിക്കൊണ്ടിരിക്കും. ശരി. ഹലോ, ഇപ്പൊ ഒന്നായിട്ട് പറയുന്ന അടുത്ത ആളുകൾ ബുദ്ധിമുട്ടില്ല. എല്ലാ ഉസ്താദ് ഇതോടുള്ള പോയിട്ട് ഈ മനുഷ്യന് മർക്കസിൽ വന്നിട്ടുണ്ടല്ലോ ഉസ്താദ്, അറിയണേ? ഇല്ലല്ല, ആര്? ഈ ജാലിയവാല മർക്കസിൽ വന്നിട്ടുണ്ട്. എന്ന് ഇയാള് മിഞ്ഞാന്ന് എത്തിയത്. ഇയാൾ എത്തിന്ന് മാത്രമല്ല, ഒരുപാട് ഞാൻ ഉസ്താദിനെ പറയാൻ കുറെ വിഷയമുണ്ട്. ഒന്നാമത്തെ ഉസ്താദ് പകൽ വിളിക്കുമ്പോൾ സൗക്കില് എപ്പോഴും രാത്രിയാണെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോണ പിടിച്ചിട്ടാണ് ലേറ്റ് ആയിട്ട് വിളിക്കുന്നത്. ഇയാള് ആര് കൊണ്ടാന്ന് ഞാൻ അറിയില്ല. ഹക്കീമാണ് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തതെന്നാണ് ഞാൻ കേട്ടത്. ഇല്ല ഉസ്താദ് സ്ഥലത്തില്ല എന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇയാള് വന്ന് തന്നെ പിന്നെ ഒരു മുടിയായിട്ടാ പോലെ വന്നത്. ജീലാനി ജീലാനി തങ്ങളെ മുടിയൊന്നും പറ്റാണ്, പിന്നെ ഷെയ്ഖ് ജീലാനി തങ്ങളെ മുടിയൊന്നും പറ്റാണ് ഈ എളുപ്പം കൊണ്ടാണ്. എന്നിട്ട് അയിമേൽ കുറെ ആള് അതിനേക്കാൾ ഇപ്പം വലിയ സങ്കടം എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങളെ ഉസ്താദിന്റെ അംജദീനെ കൊണ്ടാണ് ഇപ്പൊ. ഇയാൾ എന്തിനാള് പഠിച്ചാണ് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടി. ഇയാള് ബോംബെയിലുള്ള ആളുകളോട് മുഴുവൻ ഇപ്പം പറയുന്നേ പൊന്മൾ ഉസ്താദ് അംജദി ഞാൻ പറഞ്ഞിക്കെന്ന് പറയണ്ട, പൊന്മൾ ഉസ്താദ് വരെ അത് ബോധ്യപ്പെട്ടിനെന്ന് അംജദിനോട് നിങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പോലെ. എനിക്ക് യാതൊരു പിന്നെ ഞാൻ ചീത്ത നിൽക്കണം. അജിന്നലെ ഞാൻ ഒന്നും ഞാൻ തന്നെ എന്നിട്ട് അതും കൂടി ഞാൻ പറയാം. ഇപ്പോ ഞാനും നസീർ അസീറിയും ജിഷാനും SK-ക്കാരെ ചാരൻ എന്നാണ് ഇപ്പൊ ബോംബെയിൽ പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് ഈ പിന്നെ ഈ വിഷയത്തിൽ സംശയം ചോദിക്കുന്ന ആളുകളോട് ഇപ്പം പറയുന്നത് വെച്ചാൽ പൊന്മൾ ഉസ്താദ് വരെ അത് പിന്നെ കണ്ടു ബോധ്യപ്പെട്ടതാ. ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടെന്നാണ് ഇപ്പം പ്രചരണം. ഞാൻ കണ്ടിട്ടുമില്ല നോക്ക അതിന് ബോധ്യമില്ല. എന്നോട് ആളുള്ള വാക്ക് ഉസ്താദ് പറഞ്ഞപ്പോ ഞാൻ ഉള്ളോണ്ട് ചിരിച്ചു. കാരണം നമുക്കറിയാലോ ഇതിന്റെ അവസ്ഥ. പിന്നെ ഇയാളെന്തേലും ഇതിന്റെ പിന്നാലെ പോന്നെ. അതിൽ ഏറ്റവും വലിയ രസം പറഞ്ഞാൽ ഇത് ഉസ്താദ് വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോക്ക്. അതായത് ജായവാല അമ്പലക്കടവിന് കൊടുത്ത ഒരു 7 മുടിയുണ്ടല്ലോ, അത് ഇവര് പോലീസ് കേസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയിരുന്നു. ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോ നൗഷാദ് യാസിനെ അടക്കം കുറെ ആളുകൾ അത് പിന്നെ മൗലിദൊക്കെ ചൊല്ലി തലവൽ ബദറുകളൊക്കെ പാടിയിട്ടാണ്. അതൊക്കെ ഞങ്ങളിന്നാള് പറഞ്ഞു, ഞങ്ങളിന്നാള് പിന്നെ കൂടിയപ്പോ അതിനെ പറ്റിയിട്ട് പറഞ്ഞു. എല്ലാം വളരെ റോങ് പരിപാടിയാണ്. അല്ല, എന്നിട്ട് ഉസ്താദിന്റെ വിഷയം ഞാൻ ഇന്ന് പറഞ്ഞത് അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട്